ആദ്യം അജ്മലിൻ്റെ മാതാവിലേക്കാണ്, ശ്രീമതി മറിയം. നിങ്ങൾ രണ്ടുപേരും ഇന്നലെയും ഇന്നുമൊക്കെ പ്രതിഷേധിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് എത്ര മണിക്കൂറായി? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം 24 മണിക്കൂറാവാൻ പോവുകയാണ്. അവിടെ ഇന്നലെ ഒരു 2:30ക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അതെ, അതായത് വൈദ്യുതിയും കറണ്ടും ഒന്നുമില്ല. അപ്പോൾ അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ? അതെ. ഇത് ഈ സംഭവം തുടക്കമുണ്ടായത് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം വ്യാഴാഴ്ചയാണ് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നത്. അത് പണമടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് ഓൺലൈനിലൂടെ മകൻ പണമടയ്ക്കുന്നു. പക്ഷേ പുനഃസ്ഥാപിച്ച് കിട്ടാൻ കുറച്ച് സമയം വൈകി, അതായത് പിറ്റേ ദിവസവും മറ്റോ പുനഃസ്ഥാപിക്കുന്നു. ഇത് മകനെ പ്രകോപിപ്പിച്ചിരുന്നു. ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ ചോദിച്ചത് വന്നപ്പോ അവര് ചെറുതായി ഇങ്ങനെ പിന്നെ ഇത് ഫീസ് ഇടാൻ വന്ന സമയത്ത് വൈകിയതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നേരം വൈകിയത് എന്നുള്ളത് ചോദിച്ച് കുറച്ച് ഒരു ഗൗരവത്തിലാണ് ചോദിച്ചത്. ഇത്രയും മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടാണ് വീട്ടിൽ ഇതേമാതിരി ഭക്ഷണങ്ങളും മരുന്നുകളും ഒക്കെ ഫ്രിഡ്ജ് വെക്കേണ്ട കാര്യങ്ങളുള്ളതുകൊണ്ട് പിന്നെ താമസിച്ചുകൊണ്ട് അവരോട് ഇങ്ങനെ നേരം വൈകിയത് എന്താണെന്നുള്ളൊരു അങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. അതിനുപോലും മക്കളെ പേരിൽ കേസും പരാതിയൊക്കെ ആയിട്ട് പേപ്പറിൽ ഒക്കെ കൊടുത്തോലെ പരാതിയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ മർദ്ദിച്ചു എന്ന തരത്തിലേക്കാണല്ലോ KCB, അതായത് കണക്ഷൻ വിച്ഛേദിച്ച ലൈൻമാൻ പ്രശാന്ത്, സഹായി അനന്തു എന്നിവരെ വെള്ളിയാഴ്ച മർദ്ദിച്ചു എന്ന തരത്തിലേക്കാണ് KCBയുടെ ഭാഗത്തു നിന്നുള്ള പരാതി വന്നിട്ടുള്ളത്. അതായത് കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകാൻ വൈകി, മണിക്കൂറുകൾ വൈകിയിട്ടുണ്ട്, പിറ്റേ ദിവസമായി. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ അസ്വസ്ഥനായി പ്രകോപിതനായ മകൻ ഇവരെ മർദ്ദിക്കുന്നു എന്നുള്ളിടത്താണ് പരാതി കൊടുക്കുന്നത്, പോലീസ് കേസെടുക്കുന്നത്. പക്ഷേ അതിൽ അറസ്റ്റ് ചെയ്യുകയോ അത്തരം നടപടികളിലേക്കൊന്നും പോലീസ് പോവുകയോ ചെയ്തിട്ടില്ല. പിന്നീട് KCB പറയുന്നത് അവരുടെ ഓഫീസിലേക്ക് ചെല്ലുന്നു മകൻ, അവിടെ അതിക്രമം കാട്ടുന്നു എന്നുള്ളതാണ്. അതിനൊരുപക്ഷെ മകനെ പ്രകോപിപ്പിച്ചത് ഈ പോലീസ് കേസ് ആകാം എന്നാണ്. അപ്പോൾ താങ്കൾ ഇതിൽ മകൻ പിന്നീട് അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതായി താങ്കൾക്കറിയാമോ? KCB ഓഫീസിലേക്ക് പോവുകയോ അവിടെ അതിക്രമം കാട്ടുകയോ ചെയ്തതായി താങ്കൾക്കറിയാമോ? ഓഫീസിലേക്ക് അവർ പോയിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ട്. അവിടെ പിന്നെ അക്രമമൊന്നും അവർ കാണിച്ചിട്ടില്ല. അവർ രണ്ടുപേരും ചെന്നപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അവരെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അവിടെ 10-15 ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവിടെ ഒന്ന് എന്തിനാണ് ഞങ്ങളെ പേരിൽ ഇങ്ങനെ കേസ് എടുത്തത്, എന്താ ഞങ്ങൾ ചെയ്ത് കുറ്റമൊന്നും ചോദിച്ചിട്ടേ ഉള്ളൂ. അതിനാണ് പോലെ അവിടെ ഇരുന്ന് ഇവരെ മേലിട്ടിട്ട് ഉപദ്രവിക്കുക ചെയ്തത്. പിന്നെ അവർ പോകുന്നതിൻ്റെ ശേഷം പിന്നെ അവിടുത്തെ ജീവനക്കാരാണ് അവിടുത്തെ സാധനങ്ങളെല്ലാം തല്ലി പൊട്ടിച്ച് നശിപ്പിക്കപ്പെട്ടത്. അല്ലാതെ മക്കള് ചെയ്തതല്ല. ജീവനക്കാരുടെ ദേഹത്തേക്ക് അറിയാം. അതെ, ജീവനക്കാരുടെ ദേഹത്തേക്ക് മക്കളോട് ഭക്ഷണം ഒഴിച്ചു, പഴയ ഭക്ഷണം ഒഴിച്ചു, പ്രഷർ കുക്കറിൽ കൊണ്ടുപോയ ഭക്ഷണം അവരുടെ ദേഹത്തേക്ക് ഒഴിച്ചു എന്ന് പറയുന്നത്, അതായത് ചീത്തയായി പോയ ഭക്ഷണം. കൂടാതെ അവിടുത്തെ ഓഫീസ് അതിക്രമം കാണിക്കുന്നു, കമ്പ്യൂട്ടർ അടിച്ചു തകർക്കുന്നു. അങ്ങനെ 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം വേണം എന്നൊരാവശ്യം, അത്രയും നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് KCBക്ക് എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താങ്കൾ പറയുന്നത് അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല, തിരിച്ചിങ്ങോട്ടേക്ക് ആക്രമിക്കുകയായിരുന്നു. പിന്നെ ഈ ജീവനക്കാർ തന്നെയാണ് ഓഫീസ് അടിച്ചു തകർത്തത് എന്നതാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ, ജീവനക്കാർ തന്നെയാണ് തല്ലിച്ചതച്ചത്. ഞാൻ മക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ ചെയ്തത് ചോദിച്ചത്. അവർ ചെയ്തിട്ട് ഞങ്ങളെ പേരിൽ കേസ് കൊടുത്തതാന്നാ പറഞ്ഞു. അവരിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വീട്ടിലെത്തിയ ഉടൻ തന്നെ മകനും ഒപ്പം തന്നെ ഷെഹദാദ് എന്ന സഹോദരൻ, അജ്മലും ഷെഹദാദും രണ്ടുപേരും കൂടിയാണ് പോയത് അല്ലേ?
അതെ. അപ്പോൾ ഇവർ തിരിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നോ ഇത്തരത്തിലേക്കുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളെ മർദ്ദിച്ചു, കൂടാതെ അവർ സ്വയം ഓഫീസ് അടിച്ചു തകർത്തു, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത് അവർ വീട്ടിൽ വന്ന് പറഞ്ഞോ? അവരോട് ഞാൻ ചോദിച്ചു. ഞാൻ ഇവിടെ സ്ഥലത്തില്ല, ഇനി വന്ന സമയത്ത് അവർ സ്റ്റേഷനിലാണുള്ളത്, തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത്. അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചു, എന്താ ഈ പറയണത് എന്താണ്, ഇതിൽ ശരിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളെ പേരിൽ അവർ ചെയ്തിട്ട് ഞങ്ങളെ പേരിൽ കുറ്റം ചുമത്തുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അവരെ പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ചെയ്തതെന്നുള്ള തെറ്റ് അവർക്ക് പിന്നെ തെളിയിക്കാൻ കഴിയും. അവരങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ അവർക്ക് കഴിയും. അവിടെ ക്യാമറയും മറ്റുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഇത് തെളിയിക്കാനുള്ള. തല്ലി പൊട്ടിച്ച് പിന്നെ ഇട്ടിട്ട് മറ്റുള്ളവരുടെ പേരിൽ ചുമത്തലല്ലല്ലോ ചെയ്യേണ്ടേ. അവരെന്താ കേസെടുത്ത എന്തിനാ ചോദിച്ചതിന് അവര് പിന്നെ കേസെടുത്ത കാര്യങ്ങൾ ഓല ചെയ്തിട്ട് പറഞ്ഞോളൂ. ഹലോ, അവർ ചെയ്തിട്ട് പിന്നെ മക്കളെ പേരിലായിട്ട് ചുമത്തി. അതിന്റെ മുന്നേ അവരവിടെ തെറ്റ് ചെയ്തിട്ടില്ല, ഇവിടുന്ന് അവർ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ രണ്ടാമതവിടെ ചെന്നപ്പോൾ അവര് പിന്നെ ഇത് ചോദിച്ചതിനാണ് ഇവരെത്രയും ഉപദ്രവിക്കപ്പെട്ടത്. അതിനൊരു കേസ് കൊടുക്കുകയും അവരുടെ പേരിൽ പിന്നെ അവരിപ്പോൾ ജയിലിലാണുള്ളത്. ശരി, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിലവിലുള്ളത് ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് നിങ്ങൾ പറയുന്നത്, ഉന്നയിക്കുന്നത്. അതായത് ഒന്ന്, നിങ്ങളുടെ വൈദ്യുതി കണക്ഷൻ ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അത് മണിക്കൂറുകളായി അതേ രീതിയിൽ തുടരും. നിങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്, രോഗികളാണ്, അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ മരുന്ന് സൂക്ഷിക്കേണ്ടുന്നതാണ്, അതൊന്നും കഴിയുന്നില്ല എന്നുള്ളത് തീർച്ചയായും ഗുരുതരമായൊരു കാര്യമാണ്. മറ്റൊന്ന്, ഒരു കുറ്റവും ചെയ്യാത്ത മക്കൾ അല്ലേ, അവർക്കെതിരെ ഇപ്പോൾ പോലീസ് നടപടി എടുത്തിരിക്കുന്നു. ഇങ്ങനെ ഈ രണ്ട് പ്രശ്നങ്ങളാണ് നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്നത്. അതെ, അതവർ തെളിയിക്കട്ടെ, എന്നിട്ട് കുറ്റക്കാർ ആരാണെന്നുള്ളത് പിന്നെ തെളിയല്ലോ. KCBയിലെ ഓഫീസർമാരോ അല്ലെ നമ്മളെ മക്കളാണോ എന്നുള്ളത് നമുക്ക് തെളിയിക്കാലോ. ഈ വൈദ്യുതി പേരിൽ അങ്ങനെ ഇതുണ്ടെങ്കിൽ അവർ അന്വേഷിക്കട്ടെ. അതെ, വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൽ ഒരു വിച്ഛേദിക്കലിലേക്ക് തുടക്കത്തിൽ പോയത് വ്യാഴാഴ്ചയാണ് കണക്ഷൻ വിച്ഛേദിച്ചത്. അതിന് മുൻപ് കുടിശ്ശികയായി നിങ്ങൾക്കിത് കുടിശ്ശികയാണ് എന്ന് അറിയിക്കുകയും പലവട്ടം അറിയിക്കുകയും പക്ഷേ ആ പണം അടയ്ക്കാതിരിക്കുകയും ചെയ്തു എന്ന് KCB പറയുന്നത് ശരിയാണോ? അല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അവർ നമ്മൾ വിളിച്ചിട്ടില്ല കറണ്ട് ബില്ല് അടക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ സത്യത്തിൽ അത് മറന്നു പോയതാണ്. പിന്നെ പൈസയും ബില്ലും ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവരടച്ചെന്നുള്ള ധാരണയിലാണ് നമ്മളിത് അടക്കാതെ ആയിപ്പോയത്. ഫീസ് ഊരാൻ വന്ന സമയത്താണ് അവരടച്ചില്ല എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത് നമ്മൾ. അല്ല, നിങ്ങളെ KCB ഇത് അടയ്ക്കാൻ വിളിച്ച് പറയുകയോ കയ്യിൽ തന്നെ എനിക്ക് കൊടുത്തിരുന്നു. അല്ല, സാധാരണഗതിയിൽ ഇതിൽ നമുക്ക് ബില്ല് തരുമ്പോൾ അതിൽ കാണുമല്ലോ ഈ ഡിസ്കണക്ട് ചെയ്യാതിരിക്കാൻ ഉള്ള ആ തീയതി, ഇങ്ങനെ പല തീയതികളുണ്ട്, പിഴയോടെ ഉള്ളത് അവസാന തീയതി, അങ്ങനെ പല തീയതികൾ, അതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. അപ്പോൾ ആ തരത്തിലേക്ക് നിങ്ങൾ ഇത്തവണ മറന്നുപോയി എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. പക്ഷേ ഇങ്ങനെ KCBയുടെ ഭാഗത്തു നിന്ന് റിമൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് വിച്ഛേദിക്കാൻ പോവുകയാണെന്ന് പറയുകയോ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് വന്ന് വിച്ഛേദിക്കുമ്പോഴാണ് നിങ്ങൾ ഇത് അടച്ചിട്ടില്ല എന്നതുപോലും അറിഞ്ഞത് എന്നാണ് താങ്കൾ പറയുന്നത്. അത് ഈ പൈസ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഓൺലൈനായിട്ട് അടക്കാൻ വേണ്ടി നമ്മൾ പൈസയും ബില്ലും പിന്നെ നമ്മളവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ സാധാരണ അങ്ങനെ അടക്കുന്ന ആളാണ്. അവരെ കയ്യിൽ നിന്ന് അത് അടക്കാൻ സമയം വൈകിപ്പോയതാണ്. വൈകിയത് ഇവർ വന്ന് ഊരാൻ വന്ന സമയത്താണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിനി ബില്ല് ഞങ്ങൾ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഞാൻ അടച്ചോളാം, നിങ്ങൾ ഫീസ് ഊരിക്കൊണ്ട് പോകരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അവിടെ അവർ വേണമെങ്കിൽ അവിടെ വന്ന് അടച്ചോട്ടെ എന്നാ പറഞ്ഞു. പിന്നെ അറിഞ്ഞപ്പോൾ തന്നെ അടക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, അത് ഓൺലൈനായി അടച്ചു എന്നുള്ളത് ഇത് ആദ്യത്തെ സംഭവമാണോ ഇങ്ങനെ ഈ വൈദ്യുതി കണക്ഷൻ? ആദ്യത്തെ സംഭവമാണ്. ഇതിനു മുൻപ് അത്തരത്തിലേക്ക് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്ന ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ സംഭവമാണ്. ഇല്ല,
ഇനി സാധാരണ നിലയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വന്നിട്ട് നമ്മളോട് പറയൂ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ അത് അപ്പം തന്നെ അതിന് അടക്കാനുള്ള കാര്യങ്ങൾ നോക്കലുണ്ട്. നമ്മൾ ഇതുവരെ വേറെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതിൽ പക്ഷേ KCB പറയുന്ന ഒരു കാര്യമുണ്ട് ശ്രീമതി മറിയം, ഇത് ഈ തരത്തിലേക്ക് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നവർ പറയുകയാണ്. കൂടാതെ എത്ര വൈദ്യുതി കണക്ഷനുകൾ ഉണ്ട് എന്നത് താങ്കൾക്കറിയാമോ? ആകെ 15ഓളം മീറ്ററുകളുണ്ട്. ആ അത് ഏതാണ്? കടകളോ അങ്ങനെ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ 15ഓളം എന്നാണ് താങ്കൾക്ക് ഇപ്പോൾ അത്രയുമേ താങ്കൾക്ക് അത് പറയാൻ കഴിയുന്നുള്ളൂ എന്ന് തോന്നുന്നു. അതിൽ കമേഴ്ഷ്യൽ കണക്ഷനുകളാണ് കൂടുതലും അല്ലേ? എങ്ങനെ? ഈ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷനാണ് ഇതിൽ കൂടുതലും ഉള്ളത്. ഇപ്പോൾ KSEB പറയുന്നത് എന്താണ് എന്ന് കൂടി ഞാൻ താങ്കളെ ഒന്ന് അറിയിക്കാം. ബില്ലടയ്ക്കാതെ കണക്ഷൻ വിച്ഛേദിക്കാൻ എത്തുമ്പോൾ വാക്കുതർക്കവും ഭീഷണിയും പതിവാണ്. ഇതാണ് KSEB പറയുന്നത്. KSEBയുടെ ചെയർമാൻ്റെ വാർത്താക്കുറിപ്പ് അല്പസമയം മുൻപ് വന്നതിലുള്ള ഒരു വാചകമാണ്. ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നു. അത് അങ്ങനെയുള്ളതാണോ? അങ്ങനെ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവലില്ല. ഇപ്പോൾ ഈ അടിച്ചു നിരത്തി എന്നൊക്കെ പറയുന്ന ടീം തന്നെയല്ലേ ഇത് പറയണേ? മക്കൾ പോയി അടിച്ചു നിരത്തി എന്ന് പറഞ്ഞ ടീമാണല്ലോ ഇതൊക്കെ പറഞ്ഞിട്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തും പറയാലോ.